നിലമ്പൂരിൽ മുസ്ലിം സംഘടനകളുടെ പിന്തുണ ചർച്ചയാക്കി എൽഡിഎഫും യുഡിഎഫും. വർഗീയ പാർട്ടി PDP അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന MV ഗോവിന്ദൻ. ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ജമാഅത്തെ ഇസ്ലാമിയുമായി പിണറായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് VD സതീശൻ. തെളിവായി പ്രസ്താവനകൾ. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയും. പിണറായി വിജയൻ പറഞ്ഞാണ്. വാൻഹായ് 503 കപ്പൽ കത്തിയമരുന്നു. തീയണയ്ക്കാനുള്ള ശ്രമം വിഫലം. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. കാണാതായ 4 പേർക്കായി തെരച്ചിൽ. ഭാരതാംബ ചിത്രത്തിൽ വെട്ടിലായി CPI. സമ്മേളന പോസ്റ്ററിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയും. പാർട്ടി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പോസ്റ്റർ അല്ല എന്ന വിശദീകരണം വിവാദമായതോടെ പോസ്റ്റർ പിൻവലിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിക്കാലം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. പരമ്പരാഗത യാനങ്ങൾക്ക് വിലക്കില്ല. കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടാം. ലഹരി വ്യാപനത്തിനെതിരെ ന്യൂസ് 18 കേരളം ക്യാമ്പയിൻ. AD 2025 കൊച്ചിയിൽ തുടക്കം. ഈ ഒരു വൈബ്രന്റ് ക്യാമ്പയിൻ AD 2025 എന്ന രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസുമായി ചേർന്ന് നടത്തുന്ന ഈ ഇനിഷ്യേറ്റീവിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ആസ് സോഷ്യൽ ബീയിങ്സ് നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് കൃഷ്ണകുമാറും ദിയ കൃഷ്ണനും ന്യൂസ് 18നോട് സത്യം ബോധ്യപ്പെടുന്നതിൽ സന്തോഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് അപ്രതീക്ഷിത പരിഗണന. അദ്ദേഹം പറഞ്ഞു മോളുടെ നമ്പർ പിടിക്കാൻ പറഞ്ഞു. ഞാൻ മോളത്ത് സംസാരിച്ചു, ഞങ്ങളടുത്തും പറഞ്ഞു ഒരു കാരണവശാലും പിടിക്കേണ്ട, മോള് ഒരു തരത്തിലും ഭയപ്പെടേണ്ട, കൃത്യമായ അന്വേഷണം നടക്കും, അറസ്റ്റും തൽക്കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. മിനിമം ഫോമിൽ തുടരുന്നതിനിടെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച നിക്കോളാസ് പൂരൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് 29ാം വയസ്സിൽ. വെസ്റ്റ് ഇൻഡീസിനായി 61 ഏകദിനങ്ങളും 106 T20യും കളിച്ച താരം. നിലമ്പൂരിൽ ഇനിയങ്ങോട്ട് പിന്തുണപ്പോര്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ലാപ്പിൽ മുസ്ലിം സംഘടനകളുടെ പിന്തുണ ചർച്ചയാക്കി LDFും UDFും. ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയ PDP വർഗീയ കക്ഷിയല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് എല്ലായിടത്തുമുള്ള വർഗീയ ശക്തിയാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. എന്തിനാണ് പറയേണ്ടത്? PDPയും ജമാഅത്തെ ഇസ്ലാമി ഒരുപോലെയാ? അല്ല, സ്വീകരിക്കൊണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് PDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഒരുപോലെയാണോ? എന്ത് സംശയം കാര്യത്തിന്? ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ജമാഅത്തെ ഇസ്ലാമിയും പിണറായി വിജയൻ തമ്മിൽ നേരത്തെ പരസ്യ ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. CPMന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയായിരുന്നു. UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വർഗീയ പാർട്ടിയാക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും VD സതീശൻ തിരിച്ചടിച്ചു. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ
ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയെ. പിണറായി വിജയൻ പറഞ്ഞാണ് AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPM-ന് പിന്തുണ പിൻവലിച്ച് UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇനി ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDF-ന് പിന്തുണ കൊടുത്തതിനാണ് CPM-ന് വിഷമം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് CPM നേതാക്കൾ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു വി ഡി സതീശന്റെ മറുപടി. വെൽഫെയർ പാർട്ടിയെ UDF-ൽ അസോസിയേറ്റ് അംഗമാക്കാൻ നീക്കുമെന്ന വാർത്തകൾ പക്ഷേ വി ഡി സതീശൻ തള്ളിക്കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ജമാഅത്തെ ഇസ്ലാമി UDF-ൽ പിന്തുണ പ്രഖ്യാപിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF ചർച്ചയാക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ ന്യൂസ് 8-ന് നേരത്തെ നൽകിയ അഭിമുഖം ചർച്ചയാകുകയാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി വോട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു മുജീബ് റഹ്മാന്റെ പ്രതികരണം. 2011-ൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ അന്ന് ന്യൂസ് 8-നോട് പ്രതികരിച്ചു. പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നോ അതോ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണോ? CPM നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ, നിങ്ങൾ അങ്ങോട്ട് പോയോ? രണ്ടു കൂട്ടരും പരസ്പര സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്തുണ കൊടുത്തത്. CPM-ന് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. 2011-ലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ഇതേ പിണറായി വിജയൻ പക്ഷേ 2013-ൽ നിങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളും പുറത്തുണ്ട്. ഇതിലേത് പിണറായിയാണ് ശരി? രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും പറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമല്ല. പക്ഷേ പറയുന്നതിൻ്റെ കാരണമാണ് പ്രധാനമെന്ന് പറയുന്നത്. പിന്തുണക്കുന്ന ഘട്ടത്തിൽ അവർക്കിത് പറയാലോ, പിന്തുണക്കാത്ത ഘട്ടത്തിലല്ലല്ലോ പറയേണ്ടത്. നിലമ്പൂരിൽ പല വിഷയങ്ങൾ മാറി വരുമ്പോൾ പിന്തുണ പോര് ഈ മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചാ വിഷയമാകുമ്പോൾ നിലമ്പൂരിൽ നിന്ന് വിശകലനങ്ങളുമായി മഞ്ജുഷ് ഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. മഞ്ജുഷ, പല വിഷയങ്ങൾ മാറി വരുമ്പോൾ ഇനി ഉള്ള മണിക്കൂറുകൾ പ്രധാനപ്പെട്ട പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതേത് തരത്തിൽ UDF അതിനെ നേരിടുന്നു, LDF-ന്റെ ആരോപണത്തെ? ഒപ്പം UDF ഉയർത്തുന്ന ഈ പഴയ വിഷയങ്ങൾ പ്രസ്താവനകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ LDF അതേത് തരത്തിൽ പ്രതിരോധിക്കുന്നു? അപർണ, വർഗീയ ശക്തികളുടെ കൂട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF-ഉം LDF-ഉം പറയുന്നതാണ് ഒരു സമീപകാല ചരിത്രം. പക്ഷേ അതിലൊക്കെ വെള്ളം ചേർക്കുന്ന ഒരു നിലപാടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ നൽകുവാൻ പരസ്യമായ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം CPM-ഉം LDF-ഉം ഈ വിഷയം ഉയർത്തിക്കാട്ടി UDF-നെതിരെ ആക്രമണം തുടങ്ങിയതാണ്. ഇന്നലെ വൈകിട്ട് ന്യൂസ് 18-ലൂടെയാണ് MV ഗോവിന്ദൻ ഈ പ്രതികരണം ആദ്യം നടത്തിയത്. അത് ഇന്ന് രാവിലെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഈ വിഷയം നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങും ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഓരോ നേതാക്കളും ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ LDF ആണ്, CPM ആണ് ഏറ്റവും കൂടുതൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി UDF-നെ ആക്രമിക്കാൻ ശ്രമം നടത്തിയത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് UDF നൽകിയ വിശദീകരണത്തിലും പൊരുത്തക്കേടുണ്ട്. അതിന് പ്രധാന കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ ശക്തി അല്ല എന്ന രീതിയിലുള്ള നിലപാടിലേക്ക് UDF പോകുന്നു എന്നുള്ളതാണ്. അതിന് വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടുന്നതിൽ ഒരു കുഴപ്പവുമില്ല, അവർ ഇങ്ങോട്ട് പിന്തുണ നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് UDF. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് PDP LDF-ന് പരസ്യമായ പിന്തുണ കൊടുത്തതാണ്. ഇതിനെ UDF കാണുന്നത് മുൻപ് PDP-ക്കെതിരെയുള്ള നിലപാടെടുത്ത പാർട്ടിയാണല്ലോ പിണറായി വിജയനും അതുപോലെ തന്നെ CPM-ഉം LDF-ഉം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടുമ്പോൾ അവരെ കൊണ്ട് കുഴപ്പമില്ല, മറുചേരിയിലാകുമ്പോൾ അവർ വർഗീയ ശക്തി എന്നുള്ള നിലപാട് ഇവിടെ UDF-ഉം LDF-ഉം എടുക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജമാഅത്തെ
ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള നിലപാട് UDF എടുത്തിരിക്കുകയാണ്. മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവസാന നിമിഷം ചിലപ്പോൾ മലക്കം മറിയാറുണ്ട്, ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നിലമ്പൂരിൽ ആ ഒരു നിലപാടിലേക്ക് എന്തായാലും UDF പോകുന്നില്ല. അതുപോലെ തന്നെ മറുവശത്ത് PDP ഒരു വർഗീയ പാർട്ടിയെ അല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് MV ഗോവിന്ദൻ ചെയ്തത്. അപ്പോൾ ആ പിന്തുണ നേടുന്നതിലും കുഴപ്പമില്ല. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കും അതുപോലെ തന്നെ VD സതീശന്റെ വാക്കുകളും ഒരേ അർത്ഥം തന്നെ നൽകുകയാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, അത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഞങ്ങൾക്ക് നൽകില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതായത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നതിൽ ഒരെതിർപ്പും ഇല്ല എന്നുള്ള നിലപാടിലേക്ക് UDF എത്തിപ്പെടുകയാണ്. അവിടെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, മുൻപ് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയ കാര്യവും അവരുടെ വോട്ട് തേടിയ കാര്യവും അവരുടെ പിന്തുണ നൽകിയ കാര്യവും ഒക്കെ UDF എടുത്തുന്നയിച്ചുകൊണ്ട് അന്ന് അവർക്ക് ചെയ്യാമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്താൽ എന്ത് എന്ന മറുചോദ്യം ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് അവിടെയും പ്രകടമാകുന്നു. മറുചേരിയിൽ PDPയുടെ വിഷയത്തിലും ഇതേ നിലപാട് LDFും സ്വീകരിക്കുകയാണ്. അങ്ങനെ വർഗീയ ശക്തികളുടെ വോട്ട് സമാഹരിക്കുവാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വശത്തുകൂടി വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോഴും അവർ തന്നെ വർഗീയ ശക്തികളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന സംഘടനകൾ ഇപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇവിടെ എടുക്കുന്നത്. എന്തായാലും ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതേ വിഷയമാണ്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയതും PDP LDFന് പിന്തുണ നൽകിയതും പരസ്പരം അവർ തമ്മിലുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. മഞ്ജുഷ് ഗോപാൽ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേരേണ്ടവർ തമ്മിൽ ചേരുമെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതികരണം. ആര്യാടൻ എതിർത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും സ്വരാജ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പോരാട്ടത്തിൽ പരമാവധി പേരുടെ പിന്തുണ തേടുമെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. മഴവിൽ സഖ്യമെന്ന MV ഗോവിന്ദന്റെ ആരോപണത്തിൽ ഷൗക്കത്ത് പ്രതികരിച്ചില്ല. UDFലെ ഒരു ഘടകകക്ഷിയെ പോലെ, ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം. അവരുടെ പിന്തുണ UDFനായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഒന്നും പറഞ്ഞില്ല. അത് പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക. അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി. MV ഗോവിന്ദൻ പറയുന്നത് ഒരു മഴവിൽ സഖ്യമായി മാറിയിരിക്കുന്നതെന്നാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം അവിഹിത വീഴ്ചയെന്ന് CPI നേതാവ് എളമരം കരീം പ്രതികരിച്ചു. കോൺഗ്രസ് നേരത്തെ BJPയുമായും ബന്ധം സൂക്ഷിച്ചിരുന്നു. തീവ്രവാദി ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ച സാഹചര്യത്തിൽ തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുക എന്നത് ചിന്തിക്കാൻ പോലുമാകില്ലെന്നും എളമരം കരീം പറഞ്ഞു. എന്നാൽ അവിഹിത വീഴ്ചയുടെ വക്താവ് എളമരം കരീമാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ മറുപടി. ഗ്വാളിയോർ റേയോൺസിലെ തൊഴിലാളിയായിരുന്ന എളമരം ഇന്ന് അദാനിയുടെ പാർട്ട്ണറാണെന്ന ആരോപണവും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചു. ഇത് ഒരു തരം അവിഹിത വീഴ്ചയല്ലേ. പണ്ട് ഇവർ BJPയുമായി മുന്നണി ഉണ്ടാക്കി കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു, പഞ്ചായത്ത് മത്സരിച്ചിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ടാൽ രാഷ്ട്രീയത്തിലെ എല്ലാ ധാർമ്മികതയും ഉപേക്ഷിക്കുക, മതനിരപേക്ഷ തത്വം ബലി കഴിക്കുക, ഇത് അങ്ങേയറ്റം വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ നല്ല മറുപടി കൊടുക്കും. വളരെ വളരെ അപകടം പിടിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തീവ്രവാദികളുടെ ആക്രമണം രാഷ്ട്രത്തെ തന്നെ ഞെട്ടിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തരം തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അവിഹിത വീഴ്ച എന്നാണ് എളമരം കരീം പറ്റി പറഞ്ഞത്. അല്ല, അത് പുള്ളി ശരിക്കും നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഈ പുള്ളി പറയുന്നത്. പുള്ളി അവിഹിത വീഴ്ചയുടെ ഒരു വക്താവായിരുന്നു. അപ്പൊ എല്ലാം പുള്ളി തന്നെ ഇപ്പൊ തന്നെ പുള്ളി ആരാ നിങ്ങൾക്കറിയാമല്ലോ. ഗോളിയാർ റയൺസിലെ ഒരു പാവപ്പെട്ട തൊഴിലാളി. ഇപ്പൊ അദ്ദേഹം അദാനിയുടെ പാർട്ണറാണ്. അത്രയും വളർന്നു അദ്ദേഹം. ഒരു തൊഴിലാളിയിൽ നിന്ന് കോടീശ്വരനായ ഒരു കോർപ്പറേറ്റിന്റെ പാർട്ണറായി മാറി. അപ്പൊ അത് അവിഹിതമല്ലേ? എങ്ങനെയാണ് ഒരു തൊഴിലാളി അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടോ അയാളുടെ കയ്യിൽ?
ഇത്ര കോടികൾ ഉണ്ടാക്കാൻ? അപ്പൊ അയാളൊരു അവിഹിത സന്തതിയാണ്, രാഷ്ട്രീയത്തിലെ ഒരു അവിഹിത ഉൽപ്പന്നമാണ് അയാൾ. ഇല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരെ അയാൾ അവമാനിക്കൂ? അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്ത് അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനം തുടങ്ങിയ പാർട്ടി, അവര് പറയുന്നു അദാനി ഞങ്ങളുടെ പാർട്ണറാണ്. PDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ UDF-നെയും LDF-നെയും വിമർശിച്ച് BJP നേതാവ് കെ സുരേന്ദ്രൻ. വോട്ടിനു വേണ്ടി ദേശദ്രോഹ കക്ഷികളുമായി കൈകോർക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കും. രണ്ട് മുന്നണികളും വിനാശകരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. രണ്ട് മുന്നണികളും വിനാശകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആഗോള മതഭീകരവാദ സംഘടനകളുടെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ഇവിടെ സഖ്യം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു ഭീകരവാദ ബോംബാണ്. ഈ രാജ്യാന്തര ബന്ധങ്ങളുള്ള സംഘടനയാണ്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളുടെയും പിന്നിൽ അവരുടെ ആശയങ്ങളാണ്. മറ്റ് ഒരു ചിന്താഗതിയും ഇവിടെ വേണ്ട. മതരാഷ്ട്രവാദം പരസ്യമായി പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പിന്തുണയാണ് UDF തേടി. ഈ ആര്യാടൻ ഷൗക്കത്ത് എപ്പോഴും പറയുന്നത് ഞാൻ വളരെ സെക്കുലറാണ്, എൻ്റെ നിലപാട് അങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇത്രയും ഭീകരവാദ ബോംബിന്റെ പിന്തുണ, അത്രയും ഒരു നികൃഷ്ടമായ സംഘടനയുടെ പിന്തുണ അവർ തേടുക. അപ്പുറത്ത് ISS ഈ നാട് മുഴുവൻ കലാപം ഉണ്ടാക്കിയവരാണ്. ബാംഗ്ലൂരിൽ സ്ഫോടനം, കോയമ്പത്തൂരിൽ സ്ഫോടനം, നൂറുകണക്കിന് ആൾക്കാരെ കൊന്ന് അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കളങ്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് PDP. ആ PDPയുടെ പിന്തുണ LDF നേടും. ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അത്ര ഭീകരവാദം പീഡിപ്പിക്കില്ലെന്നാണ്. അപ്പോൾ ഈ ഭീകരവാദത്തിന് ഒരു മാർക്കിടുക. ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത് നാടിനെ നശിപ്പിക്കുന്ന സംഘടനകളുമായിട്ട് ചേർന്ന് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവർ രാജ്യ താല്പര്യം, നാടിന്റെ താല്പര്യം പരിഗണിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് BJP-യെ വളർത്താനുള്ള ധാരണയുടെ ഭാഗമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BJP-യിലെ ഒരു വിഭാഗത്തിന്റെ അറിവോടെയാണ് ഈ ധാരണ. ജമാഅത്തെ ഇസ്ലാമി നേരത്തെയും UDF-ലെ അദൃശ്യ കക്ഷിയാണ്. മതരാഷ്ട്രവാദം ഉയർത്തുന്ന പ്രസ്ഥാനവുമായുള്ള ബന്ധം മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണെന്നും UDF-ലെ മതനിരപേക്ഷ മനസ്സുള്ളവർ ഇത് അംഗീകരിക്കില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം നിലപാട് തുടർച്ചയായി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനവുമായി പരസ്യമായി കൈകോർക്കുന്ന UDF-ന്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ്. ജമാഅത്തെ ഇസ്ലാമി ആയാലും അവരുടെ രാഷ്ട്രീയ രൂപമായാലും മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഒപ്പം വിവരങ്ങളുമായി ചേർന്നു CV അനുമോദും ഒപ്പം VV അരുണും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുംതോറും കൂടുതൽ ശക്തമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നു. അതിൽ കൂടുതൽ രാഷ്ട്രീയം വിഷയങ്ങൾ ഉയരുന്നു. പിന്തുണയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും അവസാന ലാപ്പുകളിൽ പ്രതിഫലിച്ചിരുന്നത് പോലെയുള്ള പ്രസ്താവനകളിലേക്കും പ്രതികരണങ്ങളിലേക്കും രാഷ്ട്രീയ കേരളം കടക്കുന്നു, നിലമ്പൂരിലെ രാഷ്ട്രീയ കേരളം കടക്കുന്നു എന്ന് തന്നെ വിശദീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഏത് തരത്തിലേക്ക് ഈ വിവാദം, പിന്തുണ വിവാദം പോകുന്നു എന്നാണ് BJP കൂടി ഇരു മുന്നണികൾക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതോടെ ഇത് ഏത് തരത്തിൽ വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നുള്ള സൂചനയാണ്? അവർണ, വികസനവാദങ്ങൾക്കും മറ്റ് ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറം ഒരു രാഷ്ട്രീയ വിവാദം നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ ഉയർന്നു വരുന്നത് ഇപ്പോഴാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും പിന്തുണയാണ്, LDF-നും UDF-നുള്ള പിന്തുണയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-ന് കിട്ടുമ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ കാലം അത്രയും നിലമ്പൂരിൽ UDF-ന് പിന്തുണച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു ചരിത്രം. ആര്യാടൻ മുഹമ്മദ് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ വലിയ വിമർശനം ഉന്നയിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരുടെ പിന്തുണ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ട് UDF-നെ ഈ സാഹചര്യത്തിൽ അവർക്ക് പിന്തുണ ലഭിക്കുമ്പോൾ UDF-ന് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ 2000-ഓ 2500 വോട്ടോ പരമാവധി എത്രയും വോട്ടുകൾ അവർക്കുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അത്രയും വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് സമാഹരിക്കാൻ കഴിയുമ്പോൾ ഇത്രയും കാലം ഒപ്പം നിന്നിരുന്ന മുസ്ലിം ലീഗിന്റെ ഒപ്പം ഉണ്ടായിരുന്ന സാമുദായിക സംഘടനകളുടെ പിന്തുണ ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ആശയപരമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത സുന്നി സംഘടനകൾ, അതേപോലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ അവരുടെ പിന്തുണ എത്രമാത്രം കിട്ടുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. UDF-നെ സംബന്ധിച്ച് അത് ഉറപ്പാക്കാനാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ കിട്ടുമ്പോൾ മറുവശത്ത് സ്ഥിരം കിട്ടുന്ന വോട്ടുകൾ ചോർന്നു പോകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. PDP-യുടെ കാര്യത്തിലേക്ക് വരാൻ PDP-ക്കും ഈ നിലമ്പൂരിൽ വലിയ പിന്തുണയുണ്ട്, വലിയ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും അവരുടെ ഒരു സ്ഥിരമായ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നൊരു പ്രതീക്ഷ LDF പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പിന്തുണ നൽകാമെന്ന് പറയുമ്പോൾ തള്ളിക്കളയുന്നില്ല എന്ന് പറയുന്നത്. മറുവശത്ത്
ഈ UDF LDFനെതിരെ ആയുധമാക്കുന്ന ഒരു സാഹചര്യവും തീർത്തിട്ടുണ്ട്. BJP ഈ രണ്ട് മുന്നണികളെയും രണ്ട് നിലപാടിനെയും എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDFിലേക്ക് വരുമ്പോൾ UDFന് ലഭിച്ചിരുന്ന വോട്ടുകൾ ചോരുമോ നിലനിൽക്കുമോ എന്നുള്ളതാണ്. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ കണ്ടറിയേണ്ട കാര്യം. CV അനുമോദ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്നും. അപ്പം VV അരുണും ചേർന്നു. ഇതിന് അരുൺ, UDFന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇത് വർഗീയ പിന്തുണ എന്ന തരത്തിൽ പ്രതിരോധിക്കുമെങ്കിൽ പോലും ഇത് വോട്ടിങ്ങിൽ ഏത് തരത്തിലാണ് ഇഫക്റ്റ് ഉണ്ടാക്കുക എന്നൊരാശങ്ക CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? രാഷ്ട്രീയ പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഇത് എങ്ങനെയാണ് കാണുന്നത് പാർട്ടി? CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയം മുമ്പ് ഇവിടെ മലപ്പുറത്ത് അവസാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തു. CPMന് മികച്ച സാധ്യത എന്ന ഒരു വിലയിരുത്തലാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത്. അത് സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത, സ്ഥാനത്തിന്റെ മികവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മാറാൻ ഇതിനകം M സ്വരാജിന് കഴിഞ്ഞുവെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഈ പൊതു സ്വീകാര്യത വോട്ടായി മാറ്റണം, അതിന് കഴിയും. അതിനുള്ള പരമാവധി ശ്രമങ്ങൾ വേണമെന്നാണ് CPM വിലയിരുത്തുന്നത്. മാത്രമല്ല സാമൂഹിക സാഹചര്യങ്ങളും അത് ഈ സാമൂഹിക സംഘടനകളുടെയൊക്കെ പിന്തുണയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ചർച്ചകളുമൊക്കെ ഗുണം ചെയ്യുമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രചരണരംഗത്ത് മുൻതൂക്കം നേടാനായിട്ടുണ്ട്. PV അൻവറിന്റെ സ്ഥാനാർത്ഥം ഒരു തരത്തിലും ഇടത് വോട്ടുകളെ, CPM വോട്ടുകളെ ബാധിക്കില്ല. അത് ദോഷം ചെയ്യാൻ പോകുന്നത് UDFനെയാണെന്നാണ് CPM വിലയിരുത്തുന്നത്. മാത്രമല്ല PV അൻവർ അത്ര കാര്യമായ ചലനം സൃഷ്ടിക്കുന്നു ഈ ഘട്ടത്തിലെന്ന് CPM കരുതുന്നില്ല. മന്ദഗതിയിലാണ് അൻവറിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സാധ്യത ഈ ഘട്ടത്തിൽ നല്ല മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെ CPM വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിന് എത്തുന്നതോടുകൂടി അതിന്റെ ഒരു ഗതി മാറുമെന്നും CPM വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിവാദ പരാമർശമൊക്കെ വലിയ വിവാദമാവുന്ന സാഹചര്യം കൂടിയാണിത്. CPM അക്കാര്യം വിലയിരുത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF ബന്ധം അത് UDFനെ ദോഷകരമായി ബാധിക്കും. മതനിരപേക്ഷ വോട്ടുകൾ UDFനും ലീഗിലും ഒക്കെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും എതിരായി ചിന്തിക്കുന്നവരുടെ വോട്ടുകളൊക്കെ ഇടതിന് അനുകൂലമായി വരുമെന്നാണ് പൊതുവായി CPM വിലയിരുത്തുന്നത്. വലിയ വിമർശനമാണ് ആ വിഷയത്തിൽ CPM കേന്ദ്രങ്ങൾ, CPM നേതാക്കൾ UDFനും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെ ഉന്നയിക്കുന്നത്. മറിച്ച് PDPയുമായിട്ടുള്ള ബന്ധം ആ രീതിയിൽ വിമർശിക്കപ്പെടേണ്ട ഒന്നല്ല. PDPയോട് അങ്ങോട്ട് പോയി വോട്ടോ പിന്തുണയോ തേടിയതല്ല ഇടതുമുന്നണി, അത് ഇങ്ങോട്ട് നൽകുന്ന വോട്ടാണ്. അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം മുമ്പ് ചേർന്നൊരു VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത, കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി മംഗലപുരം AJ ആശുപത്രിയിൽ എത്തിച്ച 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മറ്റ് 12 പേരെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി. They were actually rescued from the Coast Guard. They were on the ship, on the vessel. They were not jumped into water as it was reported. They were all in the vessel and they were rescued by the lifeboats. Out of 6, 2 are critically burned. One is 40%, another one is 30%. 40% one is a 47-year male. He is a Chinese national, he is an engineer. And he mainly sustains burns in the face, upper limb and lower limb. They both have airway burns, that is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have deep burns. So they'll probably require some surgical procedure later. Right now, they are stable, they are conscious, they are able to speak, and they are able to take some liquids also. And കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പൽ ഇന്നലെ രാത്രിയും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. നിലവിൽ 5 കപ്പലുകളിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എത്ര കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചെന്ന് വ്യക്തമല്ല എന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള ന്യൂസ് 8നോട് പറഞ്ഞു. എയർക്രാഫ്റ്റിനും ഷിപ്പിലെ ക്രൂവിനും കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ ഈ കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അതിലിപ്പോ വെയിറ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് അവിടെ തന്നെ താഴെ മുങ്ങിപ്പോവാം. അതേ കണ്ടെയ്നേഴ്സിൽ ഇപ്പൊ empty ആണെങ്കിലോ അതല്ലെങ്കിൽ സെമി ഫിൽഡ് ആണെങ്കിൽ ചിലപ്പോൾ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഫ്ലോട്ട് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് എവിടെ വരുന്നതെന്നുള്ള ഒരു അനലിസിസ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എത്ര കണ്ടെയ്നേഴ്സ് കരയിൽ വരുന്നു അതല്ലെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോകുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. കപ്പലിലെ 157 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന അപകടകരമായ ചരക്കുകളുടെ പട്ടിക പുറത്തുവന്നു. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 10:45 കൂടിയാണ് INS വിക്രാന്തിൽ 18 പേരെ
ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 18 പേരെ മംഗലാപുരം തുറമുഖത്ത് എത്തിച്ചത്. പിന്നീട് AJ ആശുപത്രിയിൽ ഇതിൽ നിന്നും 5 പേരെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിൽ ഒരാൾക്ക് ചൈന പൗരന് 40%, അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പൗരന് 30%-ഓളവും പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇവർ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു ആശ്വാസ വിവരം കൂടി ഡോക്ടർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ സംസാരിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും കപ്പലിനകത്ത് നിന്നാണ് ഇവർക്ക് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവർക്ക് വിദഗ്ധ ചികിത്സ തന്നെ നൽകുന്നുണ്ടെന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. Burns victims at around 11:30 p.m. in the night, brought by the Coast Guard. They were actually rescued from the Coast Guard. They were on the ship, on the vessel. They were not jumped into water as it was reported. They were all in the vessel and they were rescued by the lifeboats. Out of 6, 2 are critically burned. One is 40%, another one is 30%. 40% one is a 47-year male. He is a Chinese national, he is an engineer. And he mainly sustains burns in the face, upper limb and lower limb. They both have airway burns. That is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have a deep burns. So they'll probably require some surgical procedure later. Right now they are stable. They are conscious. They are able to speak and they are able to take some liquids also. And their vitals are okay. കപ്പലിലുണ്ടായ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 12 പേർ ഞാനിപ്പോൾ നിൽക്കുന്ന AJ ഗ്രാൻഡ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇവരെ ഇന്നലെ രാത്രി തന്നെ എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കി ഈ ഹോട്ടലിലേക്ക് എത്തിക്കുകയായിരുന്നു. 12 പേരാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ആർക്കും തന്നെ ഏതെങ്കിലും തരത്തിൽ പരിക്കുകളോ ഒന്നുമില്ല. വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരാണ്. ഏതായാലും ഇവർക്ക് ഇനി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ നാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കപ്പൽ കമ്പനി അധികൃതരും ഇവരെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും ഇവർ ഇന്നലെ തന്നെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഇപ്പോൾ 6 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 18 പേരെയാണ് ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി ഇവിടെ നിന്നും മംഗളൂരുവിൽ എത്തിച്ചത്. 11 മണിയോടുകൂടി 10:45-11 മണിയോടുകൂടി ഇവരെല്ലാം തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനായി അത്രയും വിദഗ്ധമായ ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രിയിൽ തന്നെയാണ് ഇവരെത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പൊള്ളലേറ്റാൽ ചികിത്സിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് AJ ആശുപത്രി. അതുകൊണ്ട് തന്നെയാണ് AJ ആശുപത്രി തിരഞ്ഞെടുക്കാനും കാരണം. പോലീസും പോർട്ട് അധികൃതരും ഉൾപ്പെടെ ഉള്ള സഹകരണം അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ഈ മറ്റ് ഉള്ളവരുടെ ഈ 2 പേരെ ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ ഹോട്ടലിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഡോക്ടറും പ്രതീക്ഷ പങ്കുവച്ചത്. എന്നാലും ഈ 2 പേരുടെ നില 74 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ഒരു അവസ്ഥ പറയാൻ പറ്റൂ എന്നാണ് ഡോക്ടറും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് വിദഗ്ധ ചികിത്സ തന്നെയാണ് മംഗളൂരിൽ നിന്നും നൽകുന്നത്. KV ബൈജു, ന്യൂസ് 18, മംഗളൂരു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും കപ്പലപകടവും മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചതിനാൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ട്രോളിംഗ് നിരോധനം എത്തിയത്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് ഈ കാലയളവിൽ അനുമതിയുള്ളത്. അതേസമയം ഇരട്ടവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. അതേസമയം ശരിയായ സമയത്തല്ല സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയതെന്നാണ് ഉയരുന്ന വിമർശനം. ഞങ്ങൾ പിടിക്കുന്ന മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങളുടെ പ്രജനന സമയം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം, അതായത് ഉപരിതല മത്സ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമാണ് നിരോധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നില്ല.
അതേസമയം ഉപരിതല മത്സ്യമായ മത്തി അയിലയാണ് ഈ സമയത്ത് മുട്ടയിടുന്നത്. ആ മത്തിയും അയിലയും പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യവും നമുക്ക് ഈ ട്രോളിംഗ് നിരോധനം, ട്രോളിംഗ് ബോട്ടുകൾ നിയന്ത്രിക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ പിടിക്കുന്ന അടിത്തട്ടിലെ മത്സ്യങ്ങളായ കട്ടിൽ ഫിഷും സ്കുഡും ഒക്ടോപ്പസും അതുപോലെ തന്നെ റാണി ഫിഷും ലിസാർഡ് ഫിഷും എല്ലാം അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഇത് ഉപരിതലവുമായി ഒരു ബന്ധവുമില്ല. അതാണ് അതിൻ്റെ വിരോധാഭാസം. പ്രതികൂല കാലാവസ്ഥ മത്സ്യമേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കുന്നതിനിടെയാണ് കപ്പലപകടം കൂടി എത്തിയത്. തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചതിനാൽ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. ആനുകൂല്യമായി സർക്കാർ 6 കിലോ അരിയും 1000 രൂപയും സൗജന്യമായി നൽകും. ന്യൂസ് 18 കൊല്ലം. ഭാരതാംബയുടെ ചിത്രം പതിച്ച സിപിഐയുടെ സമ്മേളന പോസ്റ്റർ വിവാദത്തിൽ. കോട്ടയം മണ്ഡലം കൺവെൻഷനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഓൺലൈൻ പോസ്റ്റർ ഒടുവിൽ പിൻവലിച്ചു. ദേശീയ പതാകയുടെ ചിത്രം ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റർ പിൻവലിച്ചതെന്നാണ് സിപിഐ ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത്. ഈ മാസം 13 മുതൽ തുടങ്ങുന്ന സിപിഐ കോട്ടയം മണ്ഡലം കൺവെൻഷൻ ഓൺലൈൻ പോസ്റ്ററാണ് ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തി ഇറക്കിയത്. ദേശീയ പതാകയുടെ നിറത്തിലുള്ള സാരിയാണ് വേഷം. കാവി പതാകയ്ക്ക് പകരം ദേശീയ പതാക പിടിച്ച ഭാരതാംബയാണ് ചിത്രത്തിൽ. ഇതാണ് ജില്ലാ നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചത്. രാഷ്ട്രീയ പ്രചാരണത്തിനായി ദേശീയ പതാകയും ഭാരതാംബയുടെ ചിത്രവും ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇതാണ് പോസ്റ്റർ പിൻവലിക്കാൻ കാരണമെന്ന് ജില്ലാ സെക്രട്ടറി ബി ബിനു പ്രതികരിച്ചു. പാർട്ടിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോൾ തന്നെ ഇത് പ്രസിദ്ധീകരിക്കാതെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഒരു ചിഹ്നവും ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല, നടപ്പിലാക്കിയിട്ടുമില്ല. എന്നാൽ ഇവിടെ ഉണ്ടായ വിവാദം ശരിക്കും ഒരു പ്രാദേശികമായ ഏതോ ഒരു ഗ്രൂപ്പിൽ, പാർട്ടി ഗ്രൂപ്പിനകത്ത് ഇതുപോലൊരു ചിത്രം വന്നു എന്ന് പറഞ്ഞു. ഞങ്ങളാരും അറിഞ്ഞുള്ളതല്ല, എങ്കിലും പാർട്ടിയുടെ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ ആവശ്യമില്ല. എന്നുവെച്ചാൽ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഒരു ചിഹ്നവും നമ്മുടെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അതൊരു വിവാദത്തിൻ്റെ വിഷയമില്ല, പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല. അതേസമയം വിവാദം BJP ആയുധമാക്കി. CPI ജില്ലാ നേതൃത്വത്തെ ആകെ BJPയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മധ്യമേഖല അധ്യക്ഷൻ N ഹരി രംഗത്ത് വന്നു. പോസ്റ്റർ അടിച്ചതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾക്കത് മാറ്റേണ്ടി വന്നു. നിങ്ങളുടെ ആ വിഷമത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാവിക്കൊടിയുള്ള ഭാരത് മാതാവിനെയാണ് എതിർക്കുന്നതെന്നാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. പക്ഷേ ത്രിവർണ്ണ പതാക ഏന്തിയ കാവി ലേശം പതിക്കാത്ത ഭാരത് മാതാവ് എന്തായാലും ഭാരത് മാതാവാണ്. ആ ഭാരത് മാതാവിനെ വെച്ചിട്ടാണ് നിങ്ങൾ പോസ്റ്റർ അടിച്ചത്. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം സൃഷ്ടിച്ച വിവാദവുമായി ഇതിന് ഒരു ബന്ധവുമില്ല എന്നാണ് CPI വിശദീകരിക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കിയ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നും CPI പറയുന്നു. ന്യൂസ് 18 കോട്ടയം. സമൂഹത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ ന്യൂസ് 18 കേരളത്തിന്റെ നേതൃത്വത്തിൽ AD 2025 ആന്റി ഡ്രഗ് ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ആദ്യ പ്രചാരണ പരിപാടി കൊച്ചിയിലെ രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ ഹബീഡൻ MP ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 നടത്തുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ ഒരു വൈബ്രന്റ് ക്യാമ്പയിൻ AD 2025 എന്ന രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസുമായി ചേർന്ന് നടത്തുന്ന ഈ ഇനിഷ്യേറ്റീവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ആസ് സോഷ്യൽ ബീയിങ്സ് നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് സോഷ്യൽ ബീയിങ്സ് നമ്മളുടെ സമൂഹം നൽകുന്ന ഒരുപാട് കാര്യങ്ങളിൽ അവരെ തിരിച്ചവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ്. അത് നിങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന പിട്ടാപ്പള്ളിയിൽ റിലയൻസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പോപ്പി അവരെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കിഴക്കമ്പലം MLA VP ശ്രീനിജൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, രാജഗിരി കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ മാത്യു വട്ടത്തറ, പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,360 രൂപയും പവന് 58,880 രൂപയും. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,18,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി അനുശ്രീത്. നമസ്കാരം.